ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തൊടികറികളിൽ പ്രധാനിയായിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത് വന്ന ഇഞ്ചി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഒരു 10-15 കൊച്ചുള്ളി നുറുക്കിയതും ഒരു 4 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതോടിട്ട് അതുകൂടി ഒന്ന് വറുത്തെടുക്കണേ. നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കുക. അതുകൂടെ വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് തേങ്ങ, ഏകദേശം 1/2 കപ്പ് തേങ്ങയോളം വരും, അതുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്താൽ പെട്ടെന്ന് കറികൾ ചീത്തയായി പോകും കേട്ടോ. ഇഞ്ചിയും വറുത്ത കൊച്ചുള്ളിയും മുളകും പിന്നെ നമ്മൾ വറുത്തെടുത്ത തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കണ്ടിട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച പിഴുപുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിഴുപുള്ളിയുടെ വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തള വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ. കട്ട കെട്ടാതെ കുറേശ്ശെയായിട്ട് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്ത് നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഇങ്ങനെയുള്ള കറികൾ, തൊടുകറികളൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. നമ്മൾ അന്ന് തന്നെ യൂസ് ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിച്ച് നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കായപ്പൊടി കൂടി ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം.